മോഡൽ എക്സാമിന് വന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് നമ്മൾ ക്ലാസ്സിൽ പല ആവർത്തി പറഞ്ഞൊരു കൺസെപ്റ്റ് അവർ വളച്ചൊടിച്ച് ചോദിച്ചാൽ. എന്തായാലും ഈ ഫിഗർ നമ്മൾ ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ കാര്യം യൂണിറ്റ് സർക്കിൾ വെച്ചിട്ടുള്ള അല്ലേ, അതിൽ ബി എന്നൊരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന സർക്കിളിലെ പോയിൻ്റാണ്, എയും സർക്കിളിലെ പോയിൻ്റാണ്. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 150 ഡിഗ്രി. ചോദിച്ച ചോദ്യം റേഡിയൻ മെഷർ ഓഫ് ആംഗിൾ എ ഒ ബി. അത് പിന്നെയും മിക്ക കുട്ടികൾ എഴുതിയിട്ടുണ്ട്. എ ഒ ബിൻ്റെ ഡിഗ്രി മെഷറിൽ തന്നിട്ടുണ്ട്, റേഡിയൻ മെഷറിലേക്ക് മാറ്റാം. ഡിഗ്രി മെഷറിന് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫാക്ടർ മറക്കണ്ട, π/180. ഓക്കെ, മാറാതിരിക്കാനുള്ളൊരു വഴി റേഡിയൻ മെഷറിൽ എപ്പോഴും നമ്മൾ നോർമലി കാണുന്നതാണ് പൈ എന്ന വാല്യൂ അല്ലേ. π/3 ആണെങ്കിലും π/6 ആണെങ്കിലും അപ്പോൾ പൈ മുകളിൽ വരണമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 0 കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഷോർട്ടാക്കിയിട്ട് എഴുതാം. 15 18 3 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 6. ഫൈനൽ ആൻസർ 5π/6 റേഡിയൻ. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു മാർക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ് കുറച്ച് ട്വിസ്റ്റ് ചോദിച്ചത്. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ബി. ബിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിൻ്റ് നമുക്കിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈ ഒരു ആംഗിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ആംഗിൾ ഇപ്പോൾ സപ്പോസ് തീറ്റയാണെന്ന് കരുതാം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് സൈൻ തീറ്റയാവും നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ സർക്കിളിൽ ഏതൊരു പോയിൻ്റ് ആണെങ്കിലും ഓക്കെയാണ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ബി എന്ന പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്? 150 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ബി എന്ന പോയിൻ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ബിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് കിട്ടാനുള്ള വഴി എന്താണ്? കോസ് 150 ഡിഗ്രി കണ്ടാൽ മതി. വൈ കിട്ടാനുള്ള വഴിയോ സൈൻ 150 ഡിഗ്രി കണ്ടാലും മതി. ഓക്കെ, ഇതല്ലാതെയും ട്രിഗണോമെട്രിക് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തിയവരുണ്ട്. നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് നമ്മൾ ട്രിഗണോമെട്രി നമ്മൾ എന്താ പറയുക, പഠിച്ച കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. കോസ് 150 ഡിഗ്രി കാണാൻ വേണ്ടിയിട്ട് കോസ് 90 + 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 - 30 എന്ന് എഴുതാം. ഇത് π-θ എന്നുള്ള ഫോമാറ്റാണ് അല്ലേ. കോസ് π-θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം പൈ വെച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ കോസിനെ മാറ്റണ്ട, കോസ് തന്നെ മതി, കോസ് തീറ്റ തന്നെ മതി. ഓക്കെ, പൈ വെച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഇനി നെഗറ്റീവ് ആക്കണോ പോസിറ്റീവ് ആക്കണോ എന്നുള്ളത്. π-θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രൻ്റ് ഒക്കെ വരച്ചിട്ട് π-θ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ, അതായത് മൈനസ് കോസ് 30. കോസ് 30ൻ്റെ വാല്യൊക്കെ കാണാതെ പഠിക്കുക. -√3/2 ഇതാണ് വരിക. ഓക്കെ, അതേപോലെ സൈൻ 150 ഡിഗ്രി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ 180 - 30 ആക്കി കൊടുക്കുക. അത് π-θ വെച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ തീറ്റ തന്നെ മതി. സൈൻ തീറ്റ ഇവിടെ 30 മാറ്റാം. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈന് പോസിറ്റീവാണ്, അപ്പോൾ പ്ലസ് സൈൻ തീറ്റയാണ്. അതായത് പ്ലസ് സൈൻ 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് -√3/2, വൈ കോർഡിനേറ്റ് 1/2 കിട്ടി. അപ്പോൾ ബി എഴുതാലോ. ബീൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ വരിക? ബീൻ്റെ കോർഡിനേറ്റ്സ് -√3/2 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കണം, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കൺസെപ്റ്റ് ഇതാണ്. യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് ഓഫ് സെൻട്രൽ ആംഗിളും വൈ കോർഡിനേറ്റ് സൈൻ ഓഫ് സെൻട്രൽ ആംഗിളും ആയിരിക്കും.